എന്താ രഹസ്യം പറയണത്? വല്ലതും പഠിക്കണമെങ്കിൽ ഉറക്കെ വായിച്ച് പഠിക്കും. ഇത് പഠിക്കല്ല, ഞാൻ വായിക്കാം. വായിക്കുക, അത് തന്നെ ഞാൻ പറഞ്ഞത്. വായിക്കുന്നത് ഉറച്ച് വായിക്കുക എന്തായാലും. ഇത് ഷേക്സ്പിയറിന്റെ ബുക്ക്. അത് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ടാ? പതുക്കെ വായിക്കാവുന്നു. ഡാഡി, ടീച്ചർ പറഞ്ഞ് ഷേക്സ്പിയറിന്റെ ബുക്ക് എല്ലാരും വായിക്കണമെന്നേ. ആവേശത്തിന് ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ചേ, ഒന്നും മനസ്സിലാവണില്ല. നിനക്ക് മനസ്സിലാവുന്ന ബുക്കൊക്കെ അകത്തുണ്ടല്ലോ, പള്ളിക്കൂടത്തിൽ പഠിക്കാനുള്ള അതെടുത്ത് വെച്ച് പഠിക്കും. അതിപ്പോ പരീക്ഷ കഴിഞ്ഞല്ലേ ഉള്ളൂ. തങ്ക ഞാൻ ഇറങ്ങുന്നടി. ഞാൻ ഇറങ്ങുന്നു. പോയിട്ട് പാർട്ടി ഓഫീസിൽ കുറച്ച് അത്യാവശ്യങ്ങളുണ്ടേ. കഴിക്കണ്ടേ? ഈ റവ എന്ന് പറയുന്ന സാധനം ഒരു 4-5 ദിവസത്തിൽ കൂടുതൽ കഴിച്ചാൽ വയറിനും കുടലിനൊക്കെ ഭയങ്കര പ്രശ്നമാണെന്ന് ഏതോ ഒരു ഡോക്ടർ പറഞ്ഞായിട്ട് ഞാൻ വാട്സാപ്പിൽ വായിച്ചേ. ഉപ്മാവ് തന്നെയല്ലേ? ഇന്ന് ഉപ്മാവല്ല, ഇന്ന് അപ്പവും ബീഫ് റോസ്റ്റും. അറിഞ്ഞില്ലായിരുന്നോ? ഇന്നലെ ബീഫ് ക്ലീറ്റ് 4 കിലോ മേടിച്ചിട്ട് തന്നില്ലേ? റവ കൊണ്ട് ഉപ്പുമാവേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വേണമെങ്കിൽ തിന്നിട്ട് നോക്കോ, അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കാൻ കാശില്ലാതെ പട്ടിണി ഇരിക്കേണ്ടി വരും. ഹലോ നടരാജ. നടരാജ, മറ്റേ എന്താ ആള് വമ്മ? കച്ചവടമായോ? എത്രയ്ക്ക് കൊടുത്ത്? 10,000-ത്തിനാ? അമ്പോ, അപ്പോൾ 5,000 ലാഭമുണ്ട്. എൻ്റെ വീതം അവിടെ വെച്ചെങ്ങനെ ചിലവാക്കി കളയരുത് കേട്ടോ. പോ പകുതി തന്നെ. എനിക്ക് ഓർമ്മയുണ്ട്. ശരി ശരി, ഞാൻ പാർട്ടി ഓഫീസിലോട്ട് വരാം. എന്താന്ന്? എടീ, പിന്നെ ഞാനും നടരാജനും കൂടെ ഒരു സൈക്കിൾ മേടിച്ച് വെച്ച്, സെക്കൻഡ് ഹാൻഡ്. അത് 5,000 രൂപയ്ക്ക് മേടിച്ചത്. ഇപ്പോൾ 10,000 രൂപയ്ക്ക് വിറ്റ് 5,000 രൂപ ലാഭമുണ്ട്. അപ്പം നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ എനിക്ക് തരണം. എൻ്റെ ലാഭത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ വാങ്ങുമല്ലോ, തിരിച്ചു വരുമ്പോൾ നിനക്ക് 500 രൂപ കടമായിട്ട് തരാം. പ്രശ്നമില്ലല്ലോ, എടുക്ക്. എടീ, 500 രൂപ കടമായിട്ട് തരാൻ ക്ലീറ്റോ, നിങ്ങൾക്ക് ഞാനിത് പൊട്ടിയായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? 500 രൂപയ്ക്ക് ഉണ്ടാക്കിയേക്കുന്ന കഥ. സെക്കൻഡ് ഹാൻഡ് സൈക്കിള് 10,000 രൂപയ്ക്ക് വിറ്റ് 5,000 രൂപ നിങ്ങൾക്ക് ലാഭം. ഇത് സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ എന്ന് പറയുന്നത് അങ്ങനത്തെ അല്ലടി, നമ്മൾ വ്യായാമം ചെയ്യണം ആ സൈക്കിളാണ്. ഒരുപാട് ചവിട്ടിന്ന് വേർക്കണ്ട, വ്യായാമം ചെയ്യണ്ട. എന്റെ കയ്യിൽ തരാനില്ല. വേണ്ട? വേണ്ട വേണ്ടടി. എന്റെ കയ്യിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നില്ല. എന്റെ കയ്യിൽ ഉണ്ടെങ്കിലും എനിക്ക് വേണ്ട. ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്ത്. തിരിച്ചെടുക്കണം. 500 രൂപ കടം ചോദിക്കണം, നാണക്കടം ഒന്നുമില്ല. പൈസ വരാനുണ്ട് എനിക്ക്. പൈസ അതെനിക്കറിയാലോ, വരാനുള്ള കാര്യം എനിക്കറിയാം. എന്ത് പൈസയോ? പുതിയ കഥകള്. നടരാജൻ അങ്ങോട്ട് വിളിക്കുന്നു, സൈക്കിള് വിറ്റ കഥ പറയുന്നു. അവിടെ ഇരുന്നിട്ട് എനിക്ക് ഉപ്പുമാവ് തരാം. അന്നപ്പോ അതും ഉണ്ടാവൂല്ലോ, ഇന്ന് പട്ടിണി ഇരിക്കും. ഇത് കീറി എടുത്തോണ്ട് പോടി. പട്ടിണി ഇരുന്നാലും പിന്നെ അന്തസ്സുണ്ട്. ഇങ്ങനെ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബവും. ദാരിദ്ര്യം ഇല്ലാതാവണമെങ്കിൽ ആണുങ്ങൾ പണിക്ക് പോണം. അതായി വെള്ളം ഇട്ട് നടന്നാ പോരാ. രണ്ടു ദിവസത്തിനകത്ത് എടുക്കാം. നടക്കൂലേ? ഒന്ന് ശ്രമിച്ചൂടെ? ഇന്നിപ്പോൾ കറണ്ട് ബില്ല് ഇപ്പം അടച്ചല്ലേ? ശരി ശരി, നടക്കട്ടെ. പുറത്തേക്കൊന്നും പോയില്ലേ? ആകെപ്പാടെ സാമ്പത്തികം വന്നല്ലേ, പ്രളയം വന്നേ പിന്നെ ആകെ പ്രശ്നങ്ങളാ. അമ്മാവൻ പോയി രാവിലെ.
ഞാൻ കൃഷി ഓഫീസ് വരെ ഒന്ന് പോയതാ. അവിടെ കർഷകർക്കൊരു ക്ലാസ്, പിന്നെ വിത്തും കുറച്ച് വെറുതെ കിട്ടുന്നറിഞ്ഞു. ഇത് കിട്ടിയോ? ആ അത് കിട്ടി. എന്തൊരു പ്ലാനതാ? കനകനും ചമന്തിയൊക്കെ അവിടെ അവരമ്പലത്തിൽ പോയി. ചായ എടുക്കട്ടെ? വേണ്ട വേണ്ട. അല്ല, അവര് ഈ കൊച്ചിനെ ദത്തെടുക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടു ഇന്നലെ. ഈ വക കാര്യങ്ങൾ ദയവ് ചെയ്ത് എന്നോട് ചോദിക്കരുത്. അതൊക്കെ അറിയാന്നുള്ളൊരു വേണ്ട ഒരു കുടുംബക്കാർ ആങ്ങളെയും പെങ്ങളെയും അവളോട് ചോദിക്കുക, അവള് പറഞ്ഞു തരും. എന്തിനാ ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ട്? അമ്മാവന് ചായ എടുക്കട്ടെ? വേണ്ടടി, ചായ ഒന്നും ചെല്ലില്ല. എന്താ പറ്റി അമ്മാവൻ? എന്താ പറ്റി? ഞാനിപ്പോൾ വരണ വഴിക്കേ ആ ഗേറ്റിൻ്റെ അവിടെ ഒരു വയസ്സായ ആള് എന്തേലും തരണേന്ന് പറഞ്ഞു വന്നു. ആ ഞാൻ ചോദിച്ചു പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അസുഖമാണ്, കുടുംബത്തെ ആരും ഇല്ലേ ചോദിച്ചു. കല്യാണം കഴിച്ചിട്ട് കൊച്ചൊന്നും ഉണ്ടായില്ല കണ്ടപ്പോൾ അവസാനം ഒരു കൊച്ചിനെ ദത്തെടുത്തു വന്നു. എന്നിട്ട് എന്നാൽ സ്വത്ത് മുഴുവൻ ആ ചെക്കൻ്റെ പേർക്ക് എഴുതി വെച്ച് അവനെ പൊന്നുപോലെ നോക്കി. അവൻ വലുതായപ്പോൾ ആ സ്വത്തൊക്കെ വിറ്റിട്ട് അവൻ്റെ കുടുംബക്കാരുടെ അടുത്തേക്ക് പോയി. ഇപ്പോൾ വഴിയാതാരായി. ഇപ്പൊ കിളവൻ പെരുവഴിയിലായില്ലേ അല്ലേ? ഇത് തന്നെയാണ് നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല വീറ്റസേ, നമ്മുടെ കനകപ്പ് ഒരു കൊച്ചിനെ ദത്തെടുക്കുമ്പോഴും എന്തെങ്കിലും കൊച്ചിന്റെ പേരിൽ എഴുതി വെക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ് ഈ വക കാര്യങ്ങൾ എന്നോട് ചോദിക്കരുത്. അതിലൊക്കെ വലിയ അറിവും വിവരമുള്ള ആളുകൾ നിപ്പുണ്ട്, എല്ലാം തികഞ്ഞ ആള്. അവളോട് ചോദിക്കും, അവള് പറഞ്ഞു തരും. ഞാൻ എന്തേലും പറഞ്ഞാണല്ലോ അമ്മാവ, അതിലൂടെ കുറ്റമാണ്. ഞാൻ അവരെന്തോ അസൂയ കൊണ്ട് പറയുന്നതാണ്, ഇങ്ങനെയൊക്കെ ആവുന്നുള്ളതുകൊണ്ടാണ്. അതെ, ഇപ്പം ഞാൻ അമ്മാവിനോട് വേറൊരു കാര്യം വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുന്നു. പിന്നെ വൈകുന്നേരം ഞാൻ പാർട്ടി ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഒരു 500 രൂപ അമ്മാവിന് തരാം. ഇപ്പോൾ എനിക്കൊരു 500 രൂപ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? കടമായിട്ടാണ്. വേണ്ട, ഞാൻ ആരോടും ചോദിച്ചില്ല, വെറുതെ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. പൈസ വരാനുണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. അല്ലടി, കനകൻ കൊച്ചിനെ ദത്തെടുക്കുവോ? എടുക്കണല്ലേ നല്ലത്. പക്ഷെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ അങ്ങനെയൊക്കെ നടക്കുവോ? എങ്കിലും അത് അങ്ങനെ നടന്നോർത്ത് നമ്മുടെ അവനും അങ്ങനെ പറ്റുമോ? അത് എത്രയായാലും നമ്മുടെ ചോരയല്ലല്ലോടി. ഞാൻ അറിയാം. എല്ലാം ഒന്നും കൂടി ആലോചിച്ചിട്ട് മതിയെന്ന് എൻ്റെ മനസ്സ് പറയണേ. എന്താ നീ ഒന്നും മിണ്ടാത്തത്? നമ്മളിപ്പോൾ അപേക്ഷ കൊടുത്തല്ലേ ഉള്ളൂ, ഇനിയുണ്ട് ഒരുപാട് നൂലാമലകൾ. അതിനുശേഷമല്ലേ സ്വത്തൊക്കെ എഴുതി കൊടുക്കുന്നത്? അതല്ല, നീ പേപ്പറൊക്കെ റെഡി ആയിട്ട് കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ മനസ്സ് മാറും. നീ എല്ലാ സ്വത്തും അവനെ എഴുതി കൊടുക്കുക, അത് ഉറപ്പാ. എനിക്കെന്തോ ആദ്യം ഇന്നിപ്പോ അമ്മാവൻ പറഞ്ഞ സംഭവം മുഴുവൻ കേട്ടിട്ട്. അതെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും അമ്മാവാ? എടി വീണ്ടും വേറൊരു ഡോക്ടറെ കാണണം. ഒരു ഡോക്ടറാണ്ട് പറഞ്ഞു വെച്ചിട്ട് ഒഴിയാ. ഒരിക്കലും കുട്ടികളുണ്ടാവില്ല പറഞ്ഞ എത്ര പേർക്കാ കുട്ടികളുണ്ടായിരിക്കണ്? ഇനി ഒരിക്കലും ജീവിക്കില്ല പറഞ്ഞ എത്ര പേരാ ജീവിച്ചിരിക്കണ്? എത്രയോ സ്ഥലത്ത് ആൾക്കാർ ഇങ്ങനെ കുട്ടികളുടെ ദത്തെടുത്തിരിക്കുന്നു. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിപ്പോ 1-2 പേർക്ക് സംഭവിച്ചു എന്ന് കരുതി നമ്മളിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണോ? ആ 1-2 പേര് നമ്മളാണെങ്കിലോ? പിന്നെ എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഇനിയും കുട്ടികളുണ്ടാവും തന്നെ എന്റെ മനസ്സ് പറയണ്. അതിപ്പോ പ്രായമൊന്നും ആയില്ലല്ലോ. നമുക്കൊരു ഡോക്ടറെ കൂടി പോയി കാണാം. എന്നിട്ട് ആ ഡോക്ടറും കൂടി എന്താ പറയണേന്ന് അറിഞ്ഞിട്ട് ചെയ്താ പോരേടാ. ഞാൻ പറയുകയാണെങ്കിൽ നീ എത്രയും പെട്ടെന്ന് അപേക്ഷ പിൻവലിക്ക്. ഇപ്പൊ ഇതിനെ തുനിയണ്ട. ഇപ്പൊ നിങ്ങളെല്ലാവരും അങ്ങനെ പറയണമെങ്കിൽ ഇപ്പൊ അപേക്ഷ അവിടെ കിടക്കട്ടെ, പിൻവലിക്കേണ്ടായിരുന്നില്ലല്ലോ. വേണ്ട, അപേക്ഷ പിൻവലിക്കണം. നിന്റെ മനസ്സ് മാറി ആകെ പ്രശ്നമാണ്. എന്താ തോന്നുന്നു വെച്ചാൽ അത് അപ്പ ചെയ്യണം. ഏട്ടാ, എല്ലാരും പറയുന്നിട്ടിട്ട് എനിക്ക് പേടിയാവുന്നേട്ടാ. ഇതൊക്കെ നിങ്ങൾ ആരോടാണ് ഇതൊക്കെ പറയുന്നത്? ഇവന് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? നിന്നെ ഇങ്ങോട്ട് വിളിച്ചോ, നീ ഒന്ന് പോയേ. നമ്മൾ വന്നതാണ് കുഴപ്പം. ഇല്ലെങ്കിൽ പോത്തിനോട് വേദം പോയിട്ട് ഒരു കാര്യമില്ല. എന്താ കണ്ടോണ്ടിരിക്കുന്നത്? പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? നമ്മൾ പറയുമ്പോൾ അത് എന്തോ അവരെ നശിപ്പിക്കാൻ വേണ്ടി പറയുമ്പോഴാണ് അവരുടെ വിചാരം. എല്ലാവരുടെ അഭിപ്രായം അതാടാ. തങ്കത്തിനും കൂടി വലിയ താല്പര്യമില്ല. എല്ലാവരോട് പറഞ്ഞിട്ടല്ലേ ഞാൻ എൻ്റെ അടുത്തേക്ക് ഇറങ്ങിയത്. അതെ, ഇപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോഴാണല്ലോടാ പേടി. എന്താ ചായിക്കോളെ, ഞാനൊന്നും പറയാം. എന്തിയേ നീ വിഷമിക്കണ്ടേ, ഒക്കെ നല്ലതിനാവും. അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് മാമനും ഇങ്ങോട്ട് വരാൻ തോന്നാനും ആ വയസ്സായ ആളെന്നെ അവിടുന്ന് കാണാനും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റിയത് നല്ലതിനാവും. നീ പോയി കിടന്നു.
ആ ഞാൻ ഇറങ്ങാ, ഞാൻ പോണു കേട്ടോ. അമ്മാവൻ ഇറങ്ങാ? ആ അതെ. ഒന്നുമില്ല. ഇതെന്താ? ഇത് ഇച്ചിരി പുട്ടും കടലക്കറി, അതൊന്നും കഴിക്കണില്ലല്ലോ. ആ അത് നന്നായി കൊടുക്ക്. വാ കഴിച്ചിട്ട് പോവാ. വേണ്ട, ഞാൻ പിന്നെ വരാം. വാന്ന്. ഇല്ല, വേറെ ആവശ്യമില്ല. പൂങ്കൊടിയേ. എവിടെ പോണു? പോട്ടെ, വീട്ടിൽ പോട്ടെ. വീട്ടിലാ? ആ 2 ദിവസം ഇവിടെ കാണുമെന്ന് പറഞ്ഞു വന്നിട്ട് അന്ന് പോക്ക്. അത് ശരിയാവില്ലടാ. ഞാൻ പറഞ്ഞിട്ടല്ലേ അവരുടെ അപേക്ഷ പിൻവലിച്ചത്. അതിന്റെ ശേഷം 2 മോറുകൊണ്ടിരിക്കുക, ഭയങ്കര വിഷമത്തിലാ. ഞാൻ അത് മാറിയിട്ട് വരാം. നമ്മളെ അമ്മ ഇങ്ങനെ കയറ് പൊട്ടിക്കല്ലേ. നമ്മൾ അവരുടെ നല്ലതിന് വേണ്ടിയല്ലേ ഈ പറഞ്ഞത്. അതെ, പക്ഷെ അത് അവർക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഇപ്പം അമ്മ എന്തിനു വിഷമിക്കുന്നത്? ഈ വീട്ടിൽ ഹവീൽദാരും അവൻ്റെ വീട്ടിൽ ആരും വിഷമിക്കാൻ പാടില്ല. വിഷമം മാറ്റാനുള്ള സാധനം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നമുക്കതെടുത്ത് വിഷമമൊക്കെ ഒന്ന് മാറ്റാം. ആളിയെ ഞാൻ വിളിക്കാം. അവിടെ നിൽക്കാം. അമ്മാവ ഇങ്ങോട്ട് വന്നേ. അങ്ങോട്ട് ഉഷാറായിരുന്നു. അവന് അമ്മാവനും കൂടെ ഇങ്ങനെ തളർന്ന എങ്ങനെ ഈ സാഹചര്യത്തിൽ അവനെ അളിയോ അളിയാ ഡേ ഇങ്ങോട്ട് വന്നേ. നമുക്ക് അവനെ വിഷമം മാറ്റാം. അങ്ങനെ അവനെ വിഷമിപ്പിച്ചിട്ട് നമ്മളങ്ങനെ ഇരുന്ന് എങ്ങനെ വിഷമം മാറ്റി കൊടുക്കാം നമുക്ക്. വാ അളിയാ, വാ കനക. ഏയ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കലൂട്ടാ. അതെയാ, അളിയൻ്റെ വിഷമം എന്ന് പറഞ്ഞാൽ എൻ്റെ വിഷമമാണ്. അളിയൻ്റെ വിഷമം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇല്ലാത്ത പൈസ മുടക്കിയിട്ട് ഇങ്ങനെ ഒരു സാധനം ഒപ്പിച്ച് വെച്ചത്. ഇനിയും സാധനം വേണമെങ്കിൽ ഞാൻ വരുത്തും. പക്ഷെ എൻ്റെ അളിയൻ വിഷമിക്കരുത്. എനിക്കത് സഹിക്കൂടാ. എനിക്ക് സഹിക്കൂല. സ്നേഹമുള്ളവനാണ്. അമ്മാവാ, ശ്രീകൃഷ്ണനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. സ്നേഹം കിട്ടോ വാരി കോരി കൊടുക്കും. പക്ഷെ അത് മനസ്സിലാക്കൂല. അല്ലടാ, അവന് വിഷമം ഉണ്ടാവും. കാരണം അവൻ അപേക്ഷ കൊടുത്തപ്പോ മുതൽ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. നമ്മളൊക്കെ പറഞ്ഞപ്പോ അപേക്ഷ പിൻവലിച്ചു. അവന്റെ ആഗ്രഹം നടക്കാത്തതിന്റെ വിഷമം. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വിഷമിക്കുന്നത് ഇനി അങ്ങോട്ട് ഭാവിയിൽ അത് വലിയൊരു സന്തോഷത്തിന് അളിയന് വക ഉണ്ടാവും. അളിയാ പോട്രാ, അമ്മാവൻ അത് പിൻവലിക്കാൻ പറഞ്ഞതിന് എന്റെ മുത്തനോട് വിഷമുണ്ടോ, ദേഷ്യണ്ടോ? ഇല്ലല്ലോ. അളിയാ, നീ നോയിക്കോ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആ ചുന്തിരിക്കുട്ടിയില്ലേ, ജമന്തിപ്പൂ അവക്ക് കർത്താവ് പിള്ളേരെ വാരി കോരി കൊടുക്കും. ഈ മിറ്റം നിറയെ പിള്ളേരായിരിക്കും. സത്യം, പിള്ളേര് എന്റെ തക്കളിമോളം ഒരു ദിവസം പിള്ളേരായിട്ട് ഇവിടെ ഇങ്ങനെ പാറി പറന്ന് കളിച്ച് നീ സന്തോഷിക്കടാ. ഇനി വേണോ? അത് വലിക്കൊറ്റ വലിക്കും. ആ കഴിച്ചിട്ട് ഇരിക്കലയാ. നീ ഇതല്ലേ വെല്ലുണ്ട് ഇങ്ങനെയൊക്കെ. മാമ കുറച്ചുകൂടി വെച്ചോ? വേണ്ട കുറച്ചുകൂടി വെച്ചാരാ? അണക്ക് വേണോ? അതിന് അണക്കെന്താ ദുഃഖം? അങ്ങനത്തെ സംസാരം പാടില്ല. എന്റെ അടിയന്റെ ദുഃഖം എന്റെ ദുഃഖമല്ലേ. സൂക്ഷിച്ച കല്ലുണ്ടോ അവിടെ? കല്ല് മോനെ, മാമ കുറച്ചുകൂടി വയ്ക്കട്ടെ? വിഷമല്ലോ? നമ്മുടെ കുട്ടിക്ക് വിഷമുണ്ടോ? അതിന്റെ വിഷമെല്ലാം പോയില്ലേ. നീ ചെയ്തത് നല്ല കാര്യമാണ്. അപേക്ഷ ഇപ്പൊ പിൻവലിച്ചത് എന്തുകൊണ്ടും നല്ലതാണ്. നല്ലതാന്ന് വെച്ച് കഴിഞ്ഞാൽ 100% അല്ലേ മാമ? പിന്നെ എന്താ പേടിക്കണ്ടല്ലോ ഇനി. മറ്റേ വെച്ച് കഴിഞ്ഞാല് പറഞ്ഞ മാതിരി ഭാവിയിൽ അത് കുഴപ്പമാവും. ഇനി വേണോ? എന്നാ പിന്നെ പോയി കിടന്നോ. ഇല്ലേ, കിടന്നോ. എന്തായാലും നീ അപേക്ഷ പിൻവലിച്ചല്ലോ. ഇനി ഞാൻ ഒരു സത്യം കൊണ്ട് പറയട്ടെ. എന്റെ തക്കക്കുടമേ അളിയാ, നിന്നോട് എനിക്ക് എന്തുമാത്രം സ്നേഹമുണ്ടെന്നുള്ളത് നീ മനസ്സിലാക്കില്ല.
സ്നേഹം ഉണ്ടോളയാ. അതുകൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനെ ഒരു സംഭവം ചെയ്തേ. എന്ത് ദേ ഇന്ന് മാമനെ ഒരാൾ വഴി വെച്ച് കണ്ടില്ലേ? കൊച്ചിനെ ദത്തെടുക്കാൻ വന്നൊരു സംഭവം പറഞ്ഞല്ലോ. ആ അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മള് രക്ഷപ്പെട്ടെ. ആ ആളെന്ത് ആരാ? ആളാരാ? ആരാ? എന്റെ വേണ്ടപ്പെട്ട ആള്. ഇത് നമ്മുടെ നാടെന്നെ മുരളിയെണ്ണേ. എന്തായി പറയുന്നത്? നാളെ മുരളിയെണ്ണെന്ന് ഞാൻ ഇറക്കിയല്ലേ. മുരളിയെണ്ണത് ഞാൻ പറഞ്ഞ് പൈസ കൊടുത്തിട്ട് ഞാൻ ഏർപ്പാടാക്കിയല്ലേ. ആ അതുകൊണ്ട് എന്ത് എന്റെ അളിയെ രക്ഷപ്പെട്ടില്ലേ? ഒരു വലിയൊരു ദുരന്തത്തിൽ നിന്ന് അളിയെ രക്ഷപ്പെട്ടു. അത് എന്റെ ബുദ്ധി അപ്പൊ ഉദിച്ചുകൊണ്ടാണ്. സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് തുറന്നു പറഞ്ഞത്. എനിക്ക് സ്നേഹമുള്ളതുകൊണ്ട് ഒളിച്ചു വെക്കൂല. ക്ലിറ്റോ ഒളിച്ചു വെക്കൂല. ളിയാ നീ എനിക്ക് ജീവനടാ. അതല്ലേ അളെ വിഷമിക്കല്ലേ. അളെ ഇതും ചെയ്തതിന്റെ അപ്പുറം ഞാൻ എനിക്കറിയായിരുന്നു. അളെ സങ്കടപ്പെടല്ലേ. അളെ സങ്കടപ്പെടല്ലേ. എന്റെ സങ്കടം മാറിയില്ല. നീ അപേക്ഷ പിൻവലിച്ചില്ലോ? ഇല്ല, ഞാൻ അപേക്ഷ പിൻവലിച്ചില്ലല്ലോ. പിന്നെ യവനാ ഇന്നലെ കണ്ടു തുടങ്ങിയാലല്ലേ ഞാൻ. യവ ഇതും കാണിക്കുന്നതിനപ്പുറം തെണ്ടിത്തരം കാണിക്കുക ഈ പട്ടിന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പിൻവലിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ആ ഏജൻസിക്കാരന്മാരെ ഓൺലൈൻ വഴി ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എത്തേണ്ടടുത്ത് എത്തി. വാടാ പുല്ലേ, ആനക്കാരൻ്റെ അടുത്താ അവൻ്റെ കളി. ക്ലിറ്റോമാനെ എന്നിട്ട് വന്നേടാ. അമ്മാവാ വല്ലാത്ത പരിപാടി ആയിപ്പോയി കാണിച്ചു കേട്ടോ. Alien versus Alien.